രാവിലെ നേഴ്സുമാർ വിളിച്ചു പറഞ്ഞു, അവരെ കൂടെ ഗുഡ് മോർണിംഗ് പറഞ്ഞു, താങ്ക് യു പറഞ്ഞു. എന്റെ സാർ 29 മിനിറ്റ് തിട്ടുമല്ലെന്ന് നടക്കുവാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ആ ശക്തി ഇവിടെ പരിവർത്തിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒന്നും കൂടി കഴിഞ്ഞ എന്നാ തോന്നുന്നത്, ശനിയാഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ച ചൊവ്വാഴ്ച രാജസ്ഥാനില്. തിങ്കളാഴ്ച രാത്രി രാജസ്ഥാനിൽ ഞങ്ങളെത്തി. അവിടെ ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ചു. ചൊവ്വാഴ്ച പോയി ശുശ്രൂഷയ്ക്ക്. നിങ്ങൾക്കറിയാവോ, പണ്ഡിജി എന്ന് പറയാതെ ശങ്കരാചാര്യയുടെ കുടുംബത്തിലുള്ള, സ്വാമി ശങ്കരാചാര്യയുടെ കുടുംബത്തിലുള്ള, അത് ജയ്പൂർ അല്ലെ സ്ഥലത്തിന്റെ പേര്, ജയ്പൂർ പുഷ്കർ എന്ന് പറഞ്ഞാൽ വലിയ അമ്പലമുണ്ട്, വലിയ കുളവും. ട്രിവാൻഡ്രത്തെ അമ്പലത്തിലെ കുളം പോലെ വലിയ കുളം, 4 സൈഡും അമ്പലമാണ്. അതിന്റെ പൂജാരിയ ശങ്കരാചാര്യയുടെ കുടുംബത്തിൽ നിന്നുള്ള ഇദ്ദേഹമാ പൂജിക്കേണ്ടത്. ഇദ്ദേഹം ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവ ആ വലിയ അമ്പലവും കുളവും എല്ലാം പൂജിക്കുന്ന ഭയങ്കര അമ്പലമാണ്. അവരുടെ കോട്ടയാ. ഇദ്ദേഹം ജയിലിലാണ് ജനിച്ചത്. മഹാത്മാഗാന്ധിജി 5 വയസ്സ് വരെ ഇദ്ദേഹത്തെ വളർത്തിയതാ. കാര്യം ശങ്കരാചാര്യരും ആ കുടുംബത്തിലുള്ള ഇദ്ദേഹത്തിന്റെ അപ്പനും അമ്മയും സ്വാതന്ത്ര്യ സമര സമയത്ത് ജയിലിലായിരുന്നു. അന്ന് മഹാത്മാഗാന്ധി ജയിലിലുണ്ടായിരുന്നു. ഈ മകൻ അവിടെ ജനിച്ചു ജയിലിൽ. എന്നാൽ മഹാത്മാഗാന്ധി പുറത്തു വന്നപ്പോൾ മകനെ അവർ കൈമാറി. ആ ഫോട്ടോ ഇവിടെ ഇരിപ്പുണ്ട്. ആ ഫോട്ടോ ഒന്ന് പൊക്കി ഒന്ന് കാണിക്കാവോ? കണ്ടുകഴിഞ്ഞാൽ മഹാത്മാഗാന്ധി പോലെ ഇരിക്കും. 5 വയസ്സ് വരെ വളർത്തിയതല്ലയോ ആ ചായ ഉണ്ട്. അദ്ദേഹം അമേരിക്കയിലൊക്കെ ശക്തമായ അദ്ദേഹത്തെ ദൈവത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ബ്രാഹ്മണനാ. ഇന്ന് അദ്ദേഹം വയസ്സായി, ചില സ്ട്രോക്ക് വന്ന നാക്ക് ചലിക്കാൻ വയ്യാതെ കിടക്കുകയാ. പണ്ഡിറ്റ് എൻ്റെ ഈ സഹോദരൻ എന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ അദ്ദേഹം പറയുണ്ടായി, ഇദ്ദേഹം യാക്കോബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു സഹോദരനാ. ഇദ്ദേഹം യാക്കോബയിൽ നിന്ന് പെന്തക്കോസ്തലായതാ. ഇദ്ദേഹം എന്നെ കാണുമ്പോൾ പറയാറുണ്ടായി, എനിക്ക് ഇന്ത്യയിൽ ഒരു പണ്ഡിതയുണ്ട്, എന്നാൽ അമേരിക്കയിൽ എനിക്കൊരു പണ്ഡിതയുണ്ട്, അതത്രേ പാസ്റ്റർ പ്രവീൺ. I love him so much. അറിയാവോ, പണ്ഡിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അതൊരു മുഖാന്തരമായിരുന്നു. പണ്ഡിറ്റ് ചിലത് എന്നെ കൈമാറി. കാര്യം അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞു. അദ്ദേഹം ചിലത് കൈമാറാനായിരുന്നു ദൈവം അതിനും കൂടി എന്നെ അങ്ങോട്ട് അയച്ചത്. അദ്ദേഹത്തിന് അധികം നാളില്ല. അദ്ദേഹം കിടക്കുക. സംസാരിക്കാൻ പറ്റത്തില്ല, സംസാരിക്കണമെന്നും ആർക്കും മനസ്സിലാവത്തില്ല. ഇങ്ങനെ മാത്രം പറ്റും. നിങ്ങൾക്കറിയാവോ, ഞങ്ങളെല്ലാ ശ്രോതവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കേ എൻ്റെ കർത്താവിനെ ഞാൻ നോക്കി. എളിയവനെ എവിടെ അയച്ചിട്ടുണ്ടോ നീ വലിയ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ മുന്നിൽ എനിക്ക് നിൽക്കാൻ യോഗ്യതയില്ല എങ്കിൽ പോലും ഞാൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ഉപകരണമായ ഈ കൈ ഞാൻ അങ്ങോട്ട് വെച്ചു. ഹല്ലേലൂയ. പണ്ഡിറ്റ് പ്രവചിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ കഴിയാതെ കിടന്ന വ്യക്തി യെശയ്യാവ് 43:2-3 എനിക്ക് വേണ്ടി ഇങ്ങോട്ട് ആലോചന പറയാൻ തുടങ്ങി. നീ ഭയപ്പെടരുത്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി നടന്നാൽ ഞാൻ നിന്റെ കൂടെ ഇരിക്കാം, നദിയിൽ കൂടി നടന്നാൽ അത് കവികയില്ല. നീ നിന്നെ ബന്ധപോകത്തില്ല, അഗ്നിജോല ദഹിക്കത്തില്ല. പണ്ഡിറ്റ് പ്രവചിക്കുവാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ദൈവമാണ് നമ്മളെ ദൈവം. ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ച സംഭവമാണ്. ഇത് ഞാൻ സ്നാനപ്പെട്ടപ്പോഴത്തേക്കോ രക്ഷിക്കപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹം ഉപനിഷത്തിനകത്ത് കംപ്ലീറ്റ് കന്യക ഗർഭം ധരിക്കുമെന്നും ഒരു യേശു എന്ന് പറയുന്ന അവരും ജനിക്കുമെന്നും അവനെ 3 ആണിയിൽ തറയ്ക്കുമെന്നും അത് സംസ്കൃതത്തില് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ബ്രാഹ്മണന്മാർക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. അത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബുക്കുകളും കംപ്ലീറ്റ് എനിക്ക് പണ്ഡിറ്റ് കൈമാറി. എന്നെ കൈ പിടിച്ചു വെച്ചിട്ട് പണ്ഡിറ്റ് പറഞ്ഞു, ഐ ബ്ലസ് യു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, ലോകം മുഴുവനും പോകാം. അത് കൈമാറി ആ ശുശ്രൂഷ. എത്ര ഭാഗ്യമാണ്. ലോകം മുഴുവനും എന്റെ യേശുവിന് വേണ്ടി ജീവിച്ചാൽ, യേശുവിന് വേണ്ടി മരിച്ചാൽ
എന്റെ യേശുവിന് വേണ്ടി. രോഗികൾ, ആർക്കും രോഗമുള്ളത്? ഹല്ലേലൂയ. കൈകൾ നിങ്ങൾ രോഗമുള്ള ഭാഗത്തോട്ട് വെച്ചാട്ടെ. സൗഖ്യമായതിനു ശേഷം നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സമയം തരാം. ആർക്കെങ്കിലും ഒരു വാക്ക് നന്ദിയോടൊന്ന് പറയണം. എങ്ങനെ ആ സൗഖ്യം നിലനിൽക്കത്തുള്ളൂ. ആ സഹോദരി പറഞ്ഞു, യൂട്രസിലെ മുഴകളെല്ലാം മാറിപ്പോയി. ഒരു കൈ വന്ന് അല്ലേ യൂട്രസിൽ കൈ വന്ന് ആ മുഴ കംപ്ലീറ്റ് മാറ്റി ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. നന്ദിയുള്ളവളായി കടന്നു വന്ന് സാക്ഷ്യം പറഞ്ഞു. ഞങ്ങളെല്ലാവരും സാക്ഷ്യം പലവരും. അതുപോലെ പ്രൈസിലോട് എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. ഞാൻ പറയുന്ന പ്രാർത്ഥന ഏറ്റുപറയണം എന്റെ കൂടി. എല്ലാവരും കണ്ണു, ആരും എന്നെ നോക്കല്ലേ, എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. ആ കാൽവരി കുരിശിൽ ആ 3 ആണിൽ തൂങ്ങിക്കിടക്കുന്ന എന്റെ യേശുവിനെ നോക്കിയാട്ടെ. കാരണം നിനക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടിയാ അത് അനുഭവിക്കുന്നത്. പ്രൈസിലോട് ഞാൻ പറയുന്ന പ്രാർത്ഥന വചനം പറയുന്നു, എന്റെ യേശു അവൻ ഹല്ലേലൂയ പാപിയായ നമുക്ക് വേണ്ടി മരിച്ചു. അവൻ മോഹല ക്രൂശിലേറി 3 നാൾ ഉയർത്തെഴുന്നേറ്റെന്ന് നിന്റെ ഹൃദയം കൊണ്ട് പറയുകയും വാ കൊണ്ട് അത് ഏറ്റുപറയുകയും ചെയ്യണമെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടു. പ്രൈസിലോട് ഞാൻ പറഞ്ഞ പ്രാർത്ഥന പറഞ്ഞാട്ടെ. കർത്താവേ, അതെ ഞാൻ ദാസിൽ കേട്ടതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉറക്കപ്പെടണം, യേശു കേൾക്കണം. ഞങ്ങൾ വിശ്വസിക്കുന്നു നീ ഞങ്ങളെ പാപത്തിന് വേണ്ടി, ഞങ്ങളെ പാപം മാറുവാൻ, ഞങ്ങൾ സാവൻ മാറ്റുവാന്, ഞങ്ങളെ രക്ഷിക്കുവാന്, നരകത്തിൽ നിന്നുള്ള വിടുവിപ്പാന്, സ്വർഗത്തിന് അവകാശികളാക്കുവാന് നീ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ കയറി. നീ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. നീ അടക്കപ്പെട്ടു. നീ ഏറ്റ ഓരോ അടിയും ഓരോ മുറിവും ഞങ്ങൾക്കുള്ള വേണ്ടിയായിരുന്നു, ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു. നീ 3 നാൾ ഉയർത്തെഴുന്നേറ്റു. ഞാനത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, വാഗണ്ടത് ഏറ്റു പറയുന്നു. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. സൗഖ്യത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇവിടെ ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തില്. പിന്നെ യൂട്രസിന് രോഗമുള്ള, യൂട്രസിനകത്ത് മുഴയുള്ള, ഓ ഹല്ലേലൂയ, നെഞ്ചിൽ ചില മുഴകളുള്ള, ഓ ഹല്ലേലൂയ, നട്ടലിന്റെ വേദനയായിട്ട് കിടക്കുവാൻ സഹിക്കാത്ത വേദനയിൽ പുളയുന്ന ചിലരുടെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. ഓ കിഡ്നി സംബന്ധമായിട്ട് എല്ലാവരും സൂചിച്ചാട്ടെ. കിഡ്നി സംബന്ധമായിട്ട് ഭാരപ്പെടുന്ന കിഡ്നി ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓ ഹൃദയത്തിന്റെ വാൽവ് അത് ഹല്ലേലൂയ, അത് ശത്രു ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ മരണ ഭീതിയോടുകൂടി ഇരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതം ഹല്ലേലൂയ ദൈവം കാണിക്കുന്നു. ദാനപ്പെടുന്നുള്ള കരം യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് യേശു കടന്നു വരിക. നിന്നെ സൗഖ്യം തരുവാന് യേശു കടന്നു വരിക. നിന്നെ വിടുവിക്കുവാന് നീ സൗഖ്യമുള്ളവനായി യേശുവിന്റെ നാമത്തില്. എല്ലാം ആരാധിച്ചുകൊണ്ടിരുന്നാട്ടെ. യേശുവിന്റെ നാമത്തില് ആണിപ്പോഴുള്ള കരന്റെ കടന്നു വരിക. നിന്റെ രോഗത്തെ തൊടുക. നിന്റെ രോഗം മാറുക. നിന്റെ ക്ഷീണം മാറുക. നിന്റെ ബന്ധനം മാറുക. ഡോക്ടർമാര് പറഞ്ഞ രേഖകൾ മാറുക. പൂർണ്ണ സൗഖ്യം. എന്റെ യേശു
സൗഖ്യം ഏറ്റെടുത്താട്ടെ. സൗഖ്യം പ്രാപിക്കാം. നിന്റെ കണ്ണിന് കാഴ്ച നിന്റെ കണ്ണുകൾക്ക് കാഴ്ച വെളിച്ചം പ്രാപിക്കാം. വെളിച്ചം പ്രാപിക്കാം. കാഴ്ച പ്രാപിക്കാം. കാഴ്ച പ്രാപിക്കാതെ നിന്റെ നാവിലെ കെട്ടഴിയട്ടെ. നിന്റെ ചെവിയെ കെട്ടുകളയട്ടെ. യേശുവിൽ കൂടി പാപിന്റെ ശക്തി തകരുക. പാപിന്റെ ശക്തി തകരുക. യേശുവിന്റെ നാമത്തില് പാപം നിന്നെ വിട്ടോടുക. നീ സൗഖ്യം പ്രാപിക്കുക. നിന്റെ സൗഖ്യത്തിന്റെ ദിവസമാണ്. നിന്റെ വിടുതലിന്റെ ദിവസമാണ്. ഡോക്ടർമാരെ പറഞ്ഞതാ എഴുതി തള്ളുകയാണ്. വേഗം സൗഖ്യമാകട്ടെ. ബന്ധനയാകട്ടെ. പാരമ്പര്യ ശക്തി നീങ്ങിപ്പോട്ടെ. പാരമ്പര്യത്തിന്റെ ശക്തികൾ നീങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ. വിശ്വാസത്താൽ വിശ്വസിക്കുന്നവരാൽ ദൈവത്തിന്റെ മഹത്വമാണ്. നീ വിശ്വസിക്കുന്നവർ നിന്റെ ദൈവം മാറിയെന്ന് വേഗത സംഭവിക്കാം. യേശുവിനുണ്ട്. നീ വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കാം. വിശ്വസിക്കാം. സൗഖ്യം പ്രാപിക്കാം. യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തില്. യേശുനാമ ശക്തിയുണ്ട്. യേശുനാമത്തിൽ വിടുതലുണ്ട്. സൗഖ്യമുണ്ട്. പ്രാപിക്കാം. ചിലർ സാക്ഷ്യം പറയാൻ ദൈവം ഒരുക്കുകയാണ്. സാക്ഷ്യം പറയുവാൻ ദൈവം ചിലരെ ഒരുക്കുകയാണ്. സാക്ഷ്യം പറയുവാന് നന്ദിയുള്ള ഹൃദയത്തോട് സാക്ഷ്യം പറയുവാന് ദൈവം ചിലരെ ഒരുക്കുക. ഇവിടെ ഇന്നെന്റെ യേശു വന്നതുപോലെയല്ല. ഞാൻ ചില ഭാരത്താൽ, രോഗത്തിന്റെ ഭാരത്താല്, മരണഭയത്താൽ കടന്നു വന്നു. എന്നാൽ ആ കരം എന്നെ സ്പർശിക്കുന്നത് ഞാൻ അനുഭവിച്ചു. രോഗത്തിൽ എനിക്ക് സ്വസ്ഥതയുണ്ടായി. ഞാൻ സൗഖ്യം പ്രാപിച്ചു എന്ന് എത്ര പേർക്ക് വിശ്വാസത്താൽ കരത്തിയോർത്ത് പറയാൻ കഴിയും? ആ കരം ഞാൻ കണ്ടാട്ടെ. കരം കണ്ടാട്ടെ. യെസ്, ഹല്ലേലൂയ. യെസ്, യെസ്. ആ കണ്ട കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. ഉയർത്തുന്ന കരങ്ങൾ ഞാൻ ഇവിടെ നിർത്തി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. സൗഖ്യം പ്രാപിച്ചവരെ കൈ ഉയർത്തിക്കാട്ടെ. യെസ്, യെസ്, യെസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒരു വർഷം കൊണ്ട് ഭയങ്കരമായ ഒരു അപകടത്തിൽ ഞാൻ തലയിടിച്ചു ആയിരുന്നു. എൻ്റെ ദൈവം ഇന്ന് പാൽക്കാലം
ഇന്ന് രാത്രികാലം ഒരു പൂർണ്ണ വിടുതൽ എൻ്റെ ദൈവം തന്നതിനായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, വളരെയേറെ വേദനയാലും ഞാൻ ഭാരപ്പെടുന്നു. എങ്കിലും എൻ്റെ വലിയവനായ ദൈവം ഇന്ന് രാത്രികാലം പൂർണ്ണമായ വിടുതൽ എൻ്റെ ദൈവം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഞാൻ തലം വെക്കുമ്പോൾ തന്നെ ഇവിടുന്ന് എന്തോ പോകുന്നത് പോലെ ഒരു അവസ്ഥയുണ്ട്. എൻ്റെ തലയിൽ തോന്നി, ഇനി അത് വരുവാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കില്ലേ എന്ന് ഞാൻ ദൈവത്തോട് വിടുവിച്ചതായ ആ കരം പ്രിയ മകളെ എന്ന് നിന്റെ മേലെ കടന്നു പറയാ. പിന്നെ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചവളായിട്ട് കർത്താവിന്റെ ദാസിമാർ വന്നാട്ടെ, കർത്താവിന്റെ ദാസിമാർ വന്നാട്ടെ, കർത്താവിന്റെ ദാസിമാർ വന്നാട്ടെ. നിങ്ങൾക്ക് ഭാര്യമാർ എവിടെയാ? യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയ സഹോദരിക്ക് സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുള്ളവളായി സകല നാഡീ നരമ്പുകൾക്കും ബലമുള്ളവളായി ശക്തിയുള്ളവളായി ദൈവത്തിൽ ദൈവത്തിന്റെ പ്രധാനമായവള്, ദൈവത്തിന്റെ സാക്ഷിയായിട്ട് അനേകം പേർക്ക് അനുഗ്രഹമായി തീർന്നവളായിട്ട് ഇവളെ കുടുംബജീവിതം, ആത്മജീവിതം എല്ലാം അനുഗ്രഹിക്കപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ നാം പ്രാർത്ഥിച്ച് രക്തത്തിൽ മുദ്രയിടുകയാണ്. അതിന് പ്രതിഷ്ഠിച്ചേ മതി. പോയാലും അമേരിക്കൻ മടങ്ങിപ്പോയാലും ഷീബയോട് പ്രാർത്ഥിക്കാം. ഓക്കെ, കെട്ടിവെച്ചതായ ആ സകല ബന്ധനങ്ങളെയും സകല സാധാരണ പോരാട്ടങ്ങളെയും ഈ രാത്രിയിൽ നീ ആരും മടങ്ങിപ്പോകരുത്. നീ വിടുവെച്ചിരിക്കാണ്, നിന്റെ പെൺകരം നീട്ടി നിന്റെ മകളെ വിടുവെച്ചിരിക്കാണ്. ഒരു പൂർണ്ണ വിടുതലോട് സൗഖ്യത്തോട് നിന്റെ മകളെ അയച്ചിരിക്കാൻ അടിയങ്ങൾ ശ്രമിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ശക്തി പ്രാപിച്ചവരായി മടങ്ങിപ്പോകാം. രണ്ട് മൂന്ന് വർഷം കൊണ്ട് എനിക്ക് തലവേദന എപ്പോഴും ഉണ്ട്. ഒരു മാസം കൊണ്ട് എൻ്റെ ഇടത്തെ കഴപ്പ് കൈവെക്കാനും ജോലി ചെയ്യാനും ഒന്നും വയ്യ. കൂടെ എൻ്റെ വലത്തെ കാലിൽ നീരിറങ്ങും. ഇപ്പൊ എൻ്റെ കൈകഴപ്പ് കുറഞ്ഞിരിക്കുന്നു. പൂർണ്ണ സൗഖ്യമുള്ളവരായി പൂർണ്ണപ്രാർത്ഥനായി കടന്നുപോയ യേശുവിന്റെ നാമത്തിൽ എനിക്ക് ഒരു മാസം കൊണ്ട് ഒരു പെട്ടെന്ന് അറ്റാക്ക് വന്ന് മെഡിക്കൽ കോളേജിൽ കിടന്ന് ഒരാഴ്ച. ഇപ്പം മെഡിക്കൽ പോയി ഇനി 23-ാം തീയതി ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞേക്കുകയാണ്. എനിക്ക് വെക്കം വന്നതാണ് അസുഖം, നെഞ്ചിന് അണുക്ക അസുഖം വന്നത്. ഇപ്പം എനിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ആശുപത്രി കിടന്നു, ചില വിഷയങ്ങളുണ്ട് നെഞ്ചില്. എന്നാൽ ഈ രാത്രിയില് കർത്താവിന്റെ ആണിപ്പുള്ള കരങ്ങൾ കടന്നു വന്ന പ്രിയ സഹോദര സൗഖ്യം കൊണ്ടിരിക്കാൻ നമുക്ക് ദൈവത്തെ ശ്രമിക്കാം. ദൈവം സകല ജാതികളെയും ദൈവം സ്നേഹിക്കുന്നു. ഇത് ദൈവത്തിന്റെ പ്രിയ മകളായിട്ട് ദൈവം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവം നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. നീ ഇവിടെ ജനിച്ചു എന്നുള്ള ദൈവത്തിന്റെ വിഷയമല്ല, നീ യേശുവിനുള്ളവനാ. യേശുവിൽ വിശ്വസിക്കുക, നിനക്ക് ദൈവം ശരസ്സുകൾ ദീർഘായുസ് തരും. ഈ സൗഖ്യം നിനക്കുണ്ടായിരിക്കും. യേശു നാമത്തിൽ പ്രാപിച്ചുള്ളാണ്ട് പോവുക. ശിവന്റെ നാമത്തില് സകല ബന്ധനങ്ങളും ജാതീയ കെട്ടുകളും
ശക്തികള് കുടുംബ ജീവിതത്തിനെതിരായിട്ടുള്ള സകലവിധ സാധാരണ പോരാട്ടങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ചു മാറ്റുകയാണ്. തലവേദന മാറാൻ നിൽക്കണം. പ്രിയമകൾക്ക് ഈ പകൽക്കാല രാത്രിയിൽ ഈ പൂർണ്ണ സൗഖ്യം നീ നൽകിയിരിക്കാനാണ് ശ്രദ്ധിക്കുന്നു. ആയിരിക്കുന്ന സകല വിഷയത്തിന്മേലും നിന്റെ ആണപ്പെടുത്തുള്ള കരം നീട്ടി സൗഖ്യം കൊടുത്തിരിക്കാൻ ശ്രോത്രം. അത് ഹല്ലേലൂയ, അത് സാക്ഷ്യം പറയുവാന് നിന്റെ മകളെ ഇങ്ങോട്ട് അയച്ചിരിക്കാൻ ശ്രോത്രം. കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, സാക്ഷ്യമുള്ളതായി അനേകം പേര് സാക്ഷി തന്നെ പറയുവാനും അനേകം പേർ നേടുവാനും പ്രിയ മകൾക്ക് കർത്താവേ അത് കൃപ പകർന്നായിട്ട് ഇതുവരെ ഹല്ലേലൂയ വന്നതുപോലെയല്ല ഈ രാത്രി കടന്നു പോകുന്നത് കൃപ നിറഞ്ഞവളായിട്ട് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ പ്രാപിക്കുക. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ the name of Jesus. 3 മാസമായി ഇടത് കാലിന്റെ മുട്ടിന് നീരും മടക്കാൻ വയ്യ, കുത്തിയിരിക്കാൻ വയ്യ. ഒത്തിരി ഒന്ന് നിൽക്കാൻ മടക്കാം. യേശുവിന്റെ നാമത്തില് കർത്താവേ നീ ലോകത്തെ വാക്കുകൊണ്ട് ചമച്ചപ്പോൾ യേശുവേ നിന്റെ കുഞ്ഞുങ്ങളെ നീ കൈ കൊണ്ടാണ് ഉരുവാക്കിയത്, കൈ കൊണ്ടാണ് നീ പണിഞ്ഞത്. നീ നല്ല ശില്പിയാ. നിന്റെ മകൾക്ക് പൂർണ്ണമായ സൗഖ്യം, കാലിന്റെ പൂർണ്ണമായ സൗഖ്യം നീ കൊടുത്തിരിക്കാതെ ആ ജീവന സാക്ഷ്യം നിന്റെ മകൾ പ്രസ്താവിച്ചിരിക്കാതെ അപ്പച്ചപ്പെട്ടിരിക്കാൻ ക്ഷേത്രം യേശുവിന്റെ നാമത്തിൽ receive power in the name of Jesus. രണ്ട് കാലിന്റെ മുട്ടെടുക്കാൻ രണ്ട് കൈ പോയി എടുക്കാൻ ഭയങ്കര തരിപ്പ് വേദനയായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നതിൽ ഇപ്പൊ ഇത്തിരി കുറവുണ്ട്, സൗഖ്യമുണ്ട്. എന്റെ കർത്താവ് പൂർണ്ണന, അവൻ ഊനമില്ലാത്ത കുഞ്ഞാണ്. അവൻ എന്ത് ചെയ്താലും പൂർണ്ണമായിട്ട് ചെയ്യുന്ന ദൈവം. ശ്രോത്രമല്ല, ആ പൂർണ്ണതയോടുകൂടി സൗഖ്യമുള്ളവളായി എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവളായി കുടുംബത്തിൽ അനേകം പേരുടെ ഈ ജീവനുള്ള സാക്ഷ്യം നീ പറഞ്ഞ് അനേകം പേരെ നീ നേടുന്നവളായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ശക്തി നീ പ്രാപിക്കുക. പാരമ്പര്യത്തിൻ്റെ സകല ശക്തിയും വിട്ടുപോകുവാൻ ഞാൻ ശാസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദി ബ്ലഡ് ഓഫ് ജീസസ്. സൗഖ്യം പ്രാപിച്ചവളായി പൂർണ്ണ വിടുതലോടുകൂടി മടങ്ങിപ്പോക. ദൈവം നിന്നോടുകൂടെ ഉണ്ട്. 20 വർഷമായി തൈറോയിഡിന്റെ തൊണ്ടയിൽ എനിക്ക് സത്യം തന്നുകൊണ്ടിരിക്കുന്ന പുളിയ പോലും കളിക്കാതെ അതിനുവേണ്ടി ഇതിന് ഡാണിപ്പെടുത്തുള്ള കരം അതിനുമേൽ വെച്ചിരിക്കാൻ ഒരു ഓപ്പറേഷനും കൂടാതെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് മാറിയിരിക്കാല്. ഓ യേശുവിൻ്റെ നാമത്തിൽ രോഗം കൊണ്ടിട്ട് സകലവിധ ശക്തി അന്ധകാരത്തെയും ഈ മരണത്തെ ജയിച്ചവനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് മാറ്റുകയാണ്. തൈറോയ്ഡ് പൂർണ്ണമായി മാറുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ദി നെയിം ഓഫ് ജീസസ്. സൗഖ്യം പ്രാപിക്കാം മകളെ, സൗഖ്യം സൗഖ്യം പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക. ആനന്ദം നിറഞ്ഞവളായിട്ട് ഞാൻ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം ആനന്ദം നിറഞ്ഞവളായിട്ട് ഓ ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിലെ തീയുടെ സകല അവസ്ഥകളും മാറ്റിക്കൊണ്ട് എൻ്റെ ആനന്ദത്തെ നിന്നിൽ നിറയ്ക്കുന്ന ദൈവമാകുന്നു. യേശുവിന്റെ നാമത്തിൽ ഭാവിക്ക. രാത്രിയിൽ പോലെ വന്ന് 5 വർഷത്തിന് മുമ്പേ അപ്പോൾ അതിനുശേഷം ഓർമ്മശക്തിയൊന്നും നല്ലതുപോലെ ഇല്ല. ആ ഒരു ലെവലിലായിരിക്കും. അങ്ങനെ പാസ്റ്റർ വന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഈ സഭയിൽ നിന്ന് വന്നതാണ്. ബ്രെയിൻ ആരാ ഉണ്ടാക്കിയ? യേശുവ. കളി മണ്ണിലാ ബ്രെയിൻ ഉണ്ടാക്കിയത്. എന്നിട്ട് അവൻ ഊതി അതിലോട്ട്, ആ കളി മണ്ണിലോട്ട് ഊതി. ആ ശ്വാസമാണ് നമ്മൾ ഓരോരുത്തരില്ല.
അപ്പൊ നല്ല ശില്പി ആരാണോ പണിഞ്ഞത് ആ കുശവന് മാത്രമേ ഈ പാത്രത്തെ കുറിച്ച് അറിയാവൂ. ലോകത്തുള്ള ഡോക്ടർമാർക്ക് അറിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ, പ്രിയ സഹോദരി, നീ വിശ്വസിക്കുന്നുവോ? ഇന്ന് ദൈവം നിന്നെ തൊട്ടുന്ന സൗഖ്യം പ്രാപിച്ചു. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. ഓർമ്മശക്തിയുടേതായ, ബലത്തിൻ്റെതായ ആത്മാവിന്റെ ശക്തി യേശുവേ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, പ്രൈസ്. യേശുവിന്റെ നാമത്തിൽ നീ ഓർമ്മശക്തി ഉള്ളവരായി മടങ്ങിപ്പോവുക. യേശുവിന്റെ നാമത്തിൽ ഓർമ്മശക്തി നിനക്ക് ലഭിക്കട്ടെ. In the name of Jesus, blood of Jesus, ഓർമ്മശക്തി നിനക്ക് ഉണ്ടാകട്ടെ. In the name of Jesus. കെട്ടുകളറിയട്ടെ, കെട്ടുകളറിയട്ടെ. ഞാൻ ആത്മാവിൽ കാണുന്നു. വല പൊട്ടുമ്പോൾ ചില കെട്ടുകൾ പൊട്ടി മാറുക, ചില വല കെട്ടുകളിൽ ചില വല പൊട്ടി മാറുമ്പോൾ ചില കെട്ടുകൾ മാറി മാറുകയാണ്. പൊട്ടി 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 യേശുവിനാമത്തിൽ പ്രാപിക്കാം. അടിവയറെല്ലാം നീര്, വയറുള്ള നീര്, കണ്ണിന് വെള്ളം കൂടുമ്പോൾ നടക്കാൻ പറ്റില്ല. ലിവർ സംബന്ധമായ ശത്രു ലിവറിനെ തകർത്ത് വെച്ചിരിക്കുന്നു. ലിവറിന്റെ പ്രവർത്തനത്തെ ജീവനില്ലാത്ത അവസ്ഥയിലോട്ട് ശത്രു ആക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. എന്നാൽ എൻ്റെ യേശു ജീവിപ്പിക്കുന്ന ആത്മാവ. ഒന്നാമത്തെ ആദാം, ആദ്യത്തെ ആദാമ, ഒന്നാമത്തെ ആദാമ ജീവനുള്ള ദേഹിയായി തീർന്നപ്പോൾ ഒടുവിലത്തെ ആദാമോ ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. അതത്രേ എൻ്റെ യേശു എന്ന്. ഹല്ലേലൂയ. ലിവറിന്റെ സകല പ്രവർത്തനങ്ങളും കിഡ്നിയുടെ സകല പ്രവർത്തനങ്ങളും പ്രൈസ് ദി ലോർഡ് ഇന്ന് മടങ്ങി വരിക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മരണത്തെ ജയിച്ചവനായ, കല്ലറയെ പിളർന്നു വന്ന യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് സൗഖ്യം നിറഞ്ഞവനായി സാക്ഷ്യമുള്ളവനായി കടന്നു പോവുക. യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്റെ ആത്മാവിന്റെ ശക്തി ഉച്ച മുതൽ പെരുവിരൽ വരെയും പരിവർത്തിച്ചു കൊണ്ടിരിക്കുക, ചലിച്ചുകൊണ്ടിരിക്കുക, പ്രാപിക്കുക. ഡോക്ടർമാർ പറയുന്നു നിനക്കൊരു കുഴപ്പവുമില്ലെന്ന്. നിന്റെ ലിവറിന് കുഴപ്പമില്ല, കിഡ്നിക്ക് കുഴപ്പമില്ല, ഉദരത്തിന് ഒരു കുഴപ്പമില്ല. യേശു നാമത്തിൽ സൗഖ്യം. കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി. പല രീതിയിൽ നമുക്ക് കുട്ടികളില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും നമ്മളെ പഠിച്ചു. ഇപ്പോൾ ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ഒരു 2 ടീച്ചർമാർ പുതിയതായിട്ട് വന്നു. അപ്പോൾ അവരുടെ പപ്പ പാസ്റ്ററാണെന്ന് അറിഞ്ഞു. അവരെന്നോട് പറഞ്ഞു വിഷമിക്കണ്ട, വീട്ടിൽ വന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെ അവിടെ പോയി പ്രാർത്ഥനയ്ക്കൊക്കെ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇങ്ങനെ നമുക്ക് മുളക്കി. ഇനി എന്താ ചെയ്യാൻ? കരഞ്ഞു പ്രാർത്ഥിച്ചു, നിങ്ങൾ പലതും ചെയ്തു നോക്കി, അതൊന്നും നടന്നില്ല. അപ്പൊ യേശു നിങ്ങൾ കുഞ്ഞു തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. യേശുവിന് വേണ്ടി, യേശുവിന് വേണ്ടി ജീവിക്കും. യേശുവിന് വേണ്ടി ജീവിക്കും. ഈ സഭയിൽ താമസിക്കുന്നു, ഈ സഭയിൽ അംഗങ്ങൾ എന്താവും? മാസ്റ്റർ പ്രവീണിനെക്കാളും വലിയ പാസ്റ്റർ പ്രവീൺ എന്ന് ഉപയോഗിക്കുന്നില്ലയോ, അതിനേക്കാൾ ഉപരി അവനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കാൻ. യേശുവിന്റെ നാമത്തിൽ
the name of Jesus. Power, receive power. സകല തന്ത്രവും ഹിന്ദുമത പ്രകാരമുള്ള സകല മന്ത്രക്കെട്ടുകളും യേശുനാമത്തിൽ ശാസിക്കുക. ഓ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ലോർഡ് ഹല്ലേലൂയ. ഈ കുടുംബത്തിനെ ചുറ്റും നിന്റെ രക്തത്താൽ ഞാൻ അതിരിട്ട് പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ അവർ നിന്നെ സ്വീകരിച്ചിരിക്കാൻ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നു. യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു. Praise the Lord. ഇത് മാത്രമല്ല, ഇനി അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി കുഞ്ഞുങ്ങള് സഹോദരന സൗകര്യം കാണും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത നന്മകള്, ഇതുവരെ ചോർന്നു പോയതെല്ലാം ദൈവം തിരിച്ചു തരും. ഇതുവരെ ചോർന്നു പോയത് ഈ എല്ലാം കണക്ക് പറഞ്ഞ് നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്കൊത്തവണ്ണം എൻ്റെ യേശു തന്ന് നിന്നെ മാനിക്കും. കുടുംബത്തിനകത്ത് മാനിക്കും. നിന്റെ തലയെ ഉയർത്തും. നിന്റെ തലമുറയുടെ തല ഉയർത്തും. നിന്റെ ഭർത്താവിന്റെ തല ഉയർത്തും. യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ കർത്താവേ നിന്റെ നാമത്തിൽ നിന്റെ രക്തത്താൽ ഞാൻ മോക്ഷമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ദൈവഭാഗത്ത് വന്നതിന് ശേഷം വളരെ കഷ്ടതയും ദുഃഖങ്ങളൊക്കെയാണ്. എങ്കിലും ദൈവത്തെ മറക്കാതെ എൻ്റെ ദൈവത്തിന് മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അടിക്കടിക്ക് രോഗങ്ങളും പിന്നെ പൈശാചിക ശക്തികളൊക്കെ നമ്മൾ നടമാടിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ച് മാറ്റണം. കേട്ടോ? കൊണ്ട് ഭയപ്പെടണ്ട. 360 ദിവസവും 365 ദിവസവും ദൈവം എന്ത് പറയുന്നു പറഞ്ഞു കേട്ടു. നമ്മളായിരിക്കുന്ന ദൈവം സ്നേഹിക്കുന്ന ചില പടകിനെ ദൈവം പൊളിക്കും. അത് അനുഗ്രഹിക്കപ്പെട്ടൊരു പടകാറ്റം മാറ്റാൻ. ഇന്ന് കേട്ടതുപോലെ നിന്റെ ജീവിതത്തിൽ നീ ഇതുവരെ നിന്റെ ബുദ്ധി കൊണ്ട്, നിന്റെ ശക്തി കൊണ്ട് നീ നിയന്ത്രിച്ച ആ സ്തോത്രം, അത് നങ്കൂരത്തെ അറുത്ത് മാറ്റണം. ചുക്കാന്റെ കെട്ടുകൾ നീ കെട്ടിരിക്കുന്ന ചില ചുക്കാന്റെ കെട്ടുകൾ നീ അഴിച്ചു മാറ്റണം. പരിശുദ്ധാത്മാവാം ആ കാറ്റിന്റെ കയ്യിൽ കൊടുത്താല് അത് ഹല്ലേലൂയ ലക്ഷ്യമായ തുറമുഖത്ത് നിന്നെ കൊണ്ടെത്തിക്കും. പലപ്പോഴും എൻ്റെ യേശു വിളിച്ചു വേർതിരിക്കുന്നത് 1000 തലമുറ അനുഗ്രഹിക്കാനാ. അവനെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്നവരുടെ 1000 തലമുറയെ അനുഗ്രഹിക്കുമെന്ന ആ ദൈവമാ നിന്റെയും എൻ്റെയും ദൈവം. എവിടെയാണ് കുഴപ്പമെന്ന് ചിന്തിച്ചാൽ മതി. എൻ്റെ യേശുവിനെ ബ്ലെയിം ചെയ്യല്ലേ. എൻ്റെ യേശു വാക്കുമാറാത്തവൻ. 24 വർഷമായിട്ട് എൻ്റെ യേശുവിനെ എനിക്കറിയാം. ഒന്നുമില്ലായ്മയിൽ വെറും വട്ടപൂജ്യത്തിൽ ഇറങ്ങി തിരിച്ചവനാ. വെറും 3 പഴയ വസ്ത്രവുമായിട്ട് ഇറങ്ങി തിരിച്ചവനാ. ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ അനേക രാജ്യങ്ങളിൽ സ്തോത്രം, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലോട്ട് ആ രീതിയിൽ ദൈവം ഹല്ലേലൂയ കൊണ്ടുപോകുന്നു. അനേകം പേർക്ക് വേണ്ടി ദൈവം പലതും ചെയ്യുവാൻ കർത്താവ് ഉപയോഗിക്കുന്നു. ആ ദൈവം നിന്റെ ദൈവമാണ്. ദൈവത്തിന് വിടുന്നില്ല. ദൈവം സകലം മടക്കി തരേശുവേ. ശ്രുതിക്ക് നിരാശകൾ കൊണ്ടിടുന്ന, പിറകോട്ട് വലിക്കുന്ന സകലവിധ ഇരുട്ടിന്റെ ശക്തിയെയും പാമ്പിന്റെ തലയെ തകർത്തവനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിച്ചു മാറ്റുന്നു. സകല ശക്തിമാരുടെ നിന്നെ പുറകോട്ട് വലിക്കുന്ന, നിന്റെ നന്മയെ തടയുന്ന, നിന്നെ ശൂന്യമാക്കുന്ന ശക്തിയെ ഞാൻ മാറിപ്പോകുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ മഞ്ഞും മഴയും ഉണ്ടാകട്ടെ. നടക്കുന്ന ശ്വാസം മുട്ടുണ്ട്. പിന്നെ കൊച്ചിന് ഇപ്പം 14 ദിവസമായി പ്രസവിച്ചിട്ട് മൂക്കിൽ കൂടെ പാല് മുഴുവൻ പോകുന്നു. കേട്ടായിരുന്നല്ലോ. ആ ദൈവം ചെയ്യും. വിശ്വസിക്കുന്നു എങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും നമുക്ക് ചെയ്യേണ്ട. ഇനി ജീവിതത്തിൽ മനസ്സിലായി? എന്ത് മനസ്സിലായി? ദൈവം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഇനി നമുക്ക് ചെയ്യണ്ട. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഈ ശരീരത്തിൽ ഇനി വേണ്ട.
ചെയ്യുമല്ലോ അങ്ങനെ, നീ അനുസരിക്കുമല്ലോ. ഇവരാരും പറഞ്ഞു തന്നിട്ടല്ല ഇത് പറയുന്നത്, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഇത് ആരുടെ ഞാൻ ഇത് പറഞ്ഞില്ലല്ലോ, ബദൻ്റെ കൂടി മാത്രമാണ് പറഞ്ഞത്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവം വിശുദ്ധനാണ്. ദൈവം സ്നേഹിക്കുന്നു. ഞാനും സ്നേഹിക്കുന്ന കർത്താവില്ല. കർത്താവിൽ നിങ്ങളുടെ സഹോദരനാണ്. ഓക്കെ, ഈ ദൈവസഭയും ഞാനും നിങ്ങളെ കൂടെ ഉണ്ട്. കർത്താവ് നാമത്തിൽ സർവശക്തനായ ദൈവം നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങളെല്ലാ കാര്യങ്ങൾക്കും കൈത്താങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഓക്കെ, പക്ഷെ എന്നാൽ ദൈവത്തിനോട് നിൽക്കും, വിശുദ്ധിയോട് നിൽക്കും. എല്ലാവരും പ്രവർത്തിച്ചോട്ടെ. കർത്താവേ ശ്രദ്ധിക്കുന്ന, യേശുവേ ശ്രദ്ധിക്കുന്ന. എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ സൗഖ്യദായകനായ എൻ്റെ ദൈവമേ, നിന്റെ കരം അത് തൊട്ടാട്ടെ. നീ കൽപ്പിച്ച് സൗഖ്യം കൊടുക്കുന്ന ദൈവം, നീ തൊട്ട് സൗഖ്യം കൊടുക്കുന്ന ദൈവം. ഈ രാത്രിയിൽ കർത്താവേ, നീ കൽപ്പിക്കുകയല്ല, നിന്റെ മകനെ നീ അധികം സ്നേഹിക്കൊണ്ട് നീ തൊടുക. ഈ രാത്രിയിൽ സകല കൺജഷൻസ്, സകല ശ്വാസം മുട്ടലിന്റെ അവസ്ഥകളും ശ്വാസകോശത്തില്, ശ്വാസനാളത്തില് ശത്രു അടച്ചു വെച്ചിരിക്കുന്ന സകലവിധ ശത്രുവിന്റെ പോരാട്ടങ്ങളെയും ശ്വാസകോശത്തില് തൂങ്ങിക്കിടക്കുന്നതായ, ചുറ്റിക്കിടക്കുന്നതായ പാമ്പിന്റെ ശക്തിയെ, മരണത്തെ ജയിച്ചവനായ, പാമ്പിന്റെ തലയെ തകർത്തവനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ചു മാറ്റുകയാണ്. ജനങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ആരും നോക്കിക്കൊണ്ടിരിക്കല്ലേ. യേശുവിന്റെ നാമത്തില് പ്രാപിക്കാൻ സൗകര്യ, വിശ്വാസം പ്രാപിക്കാൻ, വിശ്വാസം പ്രാപിക്കുന്നത്. സൗഖ്യം പ്രാപിക്ക. നിന്റെ കുഞ്ഞിന് സൗഖ്യം അയക്കുന്നു. നീ ഇവിടെ ഇരിക്കുമ്പോഴാണ് നിന്റെ കുഞ്ഞിന് സൗഖ്യമാണ്. നീ സൗഖ്യമുള്ളവനായിട്ട് പോകുന്നു. നീ വിടുവിക്കപ്പെട്ടവനായിട്ട്, സൗഖ്യം നിറഞ്ഞവനായിട്ട് യേശുവിന്റെ നാമത്തില്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തല പെരുപ്പുണ്ട്, തല മുളച്ചിലും വേദനയുണ്ട്. ഞാൻ ഇതിൽ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അതിനായിട്ട് പ്രവാചകൻ എന്താ പറയുക? നിങ്ങളെ വൃദ്ധന്മാർ എന്ത് കാണുന്നത്? നിങ്ങളെ കാണും, സ്വപ്നങ്ങളെ കാണാം. വൃദ്ധനായി പോയെന്നല്ല ഞാൻ പറഞ്ഞത്, ആയി വരുന്നു. യേശുവിന്റെ നാമത്തില് തലയിലെ വേദന, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് തലവേദന മാറുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ തലവേദന നിൽ നിന്ന് നീക്കുമായതാ. വർഷങ്ങളായി അലട്ടുന്നതായ തലവേദന മാറുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയുവാൻ പോകുകയാണ്. ജനങ്ങളെല്ലാം ശ്രദ്ധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തലവേദനയുടെ ബന്ധനമിത രണ്ടായിട്ട് പൊട്ടി മാറുക. യേശുവിന്റെ നാമത്തിൽ ശക്തി പ്രയോഗിച്ചാട്ടെ. തലവേദന രണ്ടായിട്ട്, തലവേദന കളിയ ബന്ധം രണ്ടായിട്ട് അച്ഛമാറുക യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തീർന്നല്ലോ. എല്ലാവരും പ്രൈസ് ദി ലോർഡ്. ഞാനൊരു 15 വർഷമായിട്ട് ശ്രീചിത്രയിലെ ട്രീറ്റ്മെന്റ് ആണ്. എനിക്ക് ദേഹം വിറയലാണ്. എനിക്ക് ഒരിടത്തും ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പം അങ്ങനെ അങ്ങ് പോയി. പക്ഷെ ഇപ്പൊ എനിക്ക് ഒന്നും ചെയ്യാനും നിൽക്കാനും പറ്റുന്നില്ല. അപ്പൊ അതിന് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ദൈവം ഇവിടെ ഓരോരുത്തർക്കും സൗഖ്യം കൊടുക്കുന്നതും സൗഖ്യം കൊടുത്തമായ കാര്യങ്ങൾ കാണുകയും ചെയ്തു. പൂർണ്ണ വിശ്വാസത്തോടെ വിശ്വസിക്കുന്നു എന്റെ യേശു എന്നെ പൂർണ്ണ സൗഖ്യം തരുമെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ആരും മൗനമായി നിൽക്കരുത്, ആരും മൗനമായി നിൽക്കരുത്.
ദേവദാസന്മാരെല്ലാം പ്രാർത്ഥിച്ചിട്ട് സകലവേ സഭ ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾക്കറിയാലോ, ഇത് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്. നിങ്ങൾക്കെല്ലാം അറിയാലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റിസർവ് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന റിട്ടയർഡായ ഒരു സഹോദരിയായത്. പ്രൈസ് ദി ലോർഡ്. എന്നാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരി, ദൈവം ഇന്ന് തുടങ്ങുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് ആ ദിവസമാണ് ശരീരത്തിലെ സകല വിറയലുകളെയും പ്രൈസ് ദി ലോർഡ്. ദൈവം ഇതാ ബലമുള്ള കരം കൊണ്ട് ഹല്ലേലൂയ അതിനെ തൊടാൻ പോകുകയാണ്. ഉള്ളം കരത്തില്, ദൈവത്തിന്റെ ബലമുള്ള കരത്തില് അതിനെ വഹിക്കാൻ പോകുകയാണ്. രോഗിയാക്കി കിടത്തിയ ശത്രുവിന്റെ പദ്ധതിയെ ഞാൻ ശാസിച്ച് മാറ്റുമ്പോൾ പൂർണ്ണ സൗഖ്യമുള്ളവളായി യേശുവിന്റെ നാമത്തില് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചവളായി in the name of Jesus. സൗഖ്യം പ്രാപിച്ചാട്ടെ യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തില് സകല ഞരമ്പുകളിലും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. സകല ഞരമ്പുകളിലും ദൈവത്തിന്റെ ശക്തി ഇതുവരെ അനുഭവിക്കാത്തൊരു ശക്തി. ഒരു വലിയൊരു കറണ്ട് അടിക്കും പോലെ എല്ലാം ശ്രദ്ധിച്ചാണ്. വലിയൊരു കറണ്ട്, വലിയൊരു എലക്ട്രിസിറ്റി, വലിയൊരു എലക്ട്രിസിറ്റി തലയിൽ കൊണ്ടാവുക. ഉച്ചമായ പേര് വരുന്നവരെ അത് പരിവർത്തിക്കുക. ഒരു വലിയൊരു ശക്തി ഇത് അനുഭവിക്കാത്ത, ഇതുവരെ പ്രാക്ടീസില്ല, എക്സ്പീരിയൻസ് ഇല്ല. യേശുവിന്റെ നാമത്തെ പ്രാപിക്കാം. വിശ്വാസത്താൽ സൗഖ്യ പ്രാഴ്ചകളായി പോകാം. എത്ര പേർക്ക് അഭിഷേകം വേണം? എത്ര പേർക്ക് പുതിയ കൃപകളാണ്? കൈവർത്താക്കാം. കഴിഞ്ഞ വർഷം ദൈവത്തെ സ്വീകരിച്ചതാ എൻ്റെ മൂത്ത ജ്യേഷ്ഠന. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. കൃപയാല് ഞാൻ സന്തോഷിക്കുകയായിരുന്നു. എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യ സമയമായിട്ട് ഞാൻ കണക്കാക്കിയായിരുന്നു. ഇന്ന് ഹല്ലേലൂയ, ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം രജിസ്റ്റർ ചെയ്യുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തില്. യേശുവേ, യേശുവേ, യേശുവേ കർത്താവേ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില്. ഓ പ്രൈസ് ദി ലോർഡ്. കിഡ്നി സംബന്ധമായ, കിഡ്നിയെ ശോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, കിഡ്നിയുടെ പ്രവർത്തനത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന സാത്താന്യ ശക്തിയെ, മരണത്തിന്റെ ഭീതി നിങ്ങൾ കൊണ്ടിടുന്നതായ അന്ധകാര ശക്തിയെ, മരണത്തെ ജയിച്ചവനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് മാറ്റുകയാണ്. കിഡ്നിക്ക്, ഹാർട്ടിന്, തലയിലെ ഗുണസംബന്ധമായ സകല രോഗങ്ങളേക്കും സൗഖ്യം പ്രാപിക്കുക. In the name of Jesus. In the name of Jesus. Name of Jesus. എല്ലാവരും സ്വിച്ചാട്ടെ. അപ്പാ, നിന്റെ നാമം മഹത്വപ്പെടണമേ. നിന്റെ നാമം മഹത്വപ്പെടണമേ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. പൂർണ്ണമായ സൗഖ്യം. ഒരു ശക്തി ദേവരിക്കുക. ഒരു പുതിയ ശക്തി ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ലാത്തത്. സൗഖ്യമുള്ളവനായി പോകാം. നിങ്ങളെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ശ്രദ്ധിച്ചു കേട്ടെ. നിങ്ങളെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യൗവനക്കാർ ദർശനങ്ങളെ കാണും.
യൗവനക്കാർ ദർശനങ്ങളെ കാണാം. നിങ്ങളെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണാം. ഇത് യോവേൽ പ്രവാചകത്തിൽ പറഞ്ഞു. എന്നാൽ പ്രൈസുള്ളോട് അപ്പോൾ പ്രവൃത്തിയിൽ എൻ്റെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് മുമ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതാ പിതാവിന്റെ വാഗ്ദത്തത്തിനാണ്. അത് പ്രാപിക്കും വരെ നിങ്ങൾ എന്ത് ചെയ്യണം? യെരുശലേം വിട്ടു പോകരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ മേൽ പതിക്കുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചവരായിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളായി തീരുവാൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്ന കയ്യൊരു സൂചാട്ടെ. ഇത് പറയുമ്പോൾ 500-ൽ പരം ആൾക്കാര് അവിടെ ഉണ്ടായിരുന്നു. കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ, ഇത് പറഞ്ഞിട്ട് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ 500-ൽ പരം ആൾക്കാര് അത് കണ്ടുകൊണ്ട് നിന്നതായിട്ട് 1 കൊരിന്ത്യരിൽ പറയുന്നു. 1 കൊരിന്ത്യരിൽ പറയുന്നു 500 പേരിൽ ആൾക്കാരും കണ്ടുകൊണ്ടിരുന്ന. എന്നാൽ അതിനുവേണ്ടി കാത്തിരുന്നവര് വെറും 120 പേര്. ബാക്കി 380 വേറാർത്തെ 380 പേര് എവിടെയായിരുന്നു? ഇവിടെ പോയി സ്വർഗാരോഹണം കണ്ടവരാ, യേശു പറഞ്ഞത് കേട്ടവരാ. 380 പേര് അനുസരണ ഇല്ലാതെ പോയപ്പോൾ വെറും 120 പേര് അവിടെ ആയിരുന്നു. 12 പേരിൽ ദൈവം തുടങ്ങി, അത് 120 മാറി. അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അത് 3000-മായി, 5000-മായി, ഇന്ന് ലോകം മുഴുവനുമായി. എന്നാൽ അവർ അനുസരണയോടുകൂടി കാത്തിരുന്നു. പെന്തക്കോസ്ത് നാളിൽ വചനം പറയുന്നു, പെട്ടെന്നൊരു കൊടിയ കാറ്റ് സ്വർഗത്തിൽ നിന്നും വലിയൊരു കൊടിയ കാറ്റ് വന്നു. ഒരു മുഴക്കമിടമുണ്ടായി. ഒരു മുഴക്കത്തോടുകൂടി ഒരു കൊടിയ കാറ്റ് ആദ്യം അടിച്ചു. Praise the Lord, hallelujah. അത് കഴിഞ്ഞിട്ട് അവർ നോക്കുമ്പോൾ 120 പേർക്കും 120 നാവ് പിളർന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ, ഓരോരുത്തരുടെ മേലും പതിക്കുവാൻ തുടങ്ങി. പിളർന്ന അഗ്നിനാവുകൾ. ഇന്ന് എത്ര പേര് ആ പിളർന്ന അഗ്നിനാവുകൾ ഇതെന്റേതാണ് എന്ന് പിടിച്ചെടുക്കുവാൻ എത്ര പേര് തയ്യാറായി ഇവിടെ നിൽപ്പുണ്ട്? ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ റിസീവ് ഫയർ, തീ ഏറ്റെടുക്കുക, റിസീവ് ഫയർ എന്ന് പറയുമ്പോൾ ജനം ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങണം. നിങ്ങളെ ശരീരത്തെയും മനസ്സിനെയും ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കണം. ശരീരം പിടിച്ചു വെക്കരുത്, മനസ്സ് പിടിച്ചു വെക്കരുത്. ആത്മാവ് ഒരുവനിൽ വരുമ്പോൾ അതിന്റെ ലക്ഷണമോ അവരുടെ നാവ് ചലിക്കുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് ഒരുവനിൽ വരുമ്പോൾ അവരുടെ നാവ് ചലിക്കുവാൻ തുടങ്ങും. എന്നെ ചലിക്കാത്ത നാവുകൾ എല്ലാം ചലിക്കണം. പുതിയ ഭാഷകൾ സംസാരിക്കണം. ഇന്ന് പ്രവചിക്കണം. ഇന്ന് ദർശനങ്ങൾ കാണണം, സ്വപ്നങ്ങൾ കാണണം. ജനങ്ങൾ ആരാധിച്ചു തുടങ്ങട്ടെ. ബ്രദർ, ആരാധിച്ചു തുടങ്ങട്ടെ. എല്ലാവരും കണ്ണുകളടച്ച്. യെസ്, ആരും നോക്കരുത്. യെസ്, യേശുവിന്റെ നാമത്തിൽ. യെസ്, കരങ്ങൾ തട്ടി ആ മാർക്കോസിന്റെ മാളികയിൽ ഇരുന്നത് പോലെ, ആ മാർക്കോസിന്റെ മാളികയിൽ 120 പേര് വിശ്വാസത്താല് യേശു പറഞ്ഞത് കേൾക്കുക. വിശ്വാസത്താല് 380 പേര് പോയി. എന്നാൽ 120 പേര് കാത്തിരുന്നു. യേശുവിന്റെ നാമത്തിന് ഒരു കൊടിയ കാറ്റടിച്ചു. ഒരു കൊടിയ കാറ്റടിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിന് എത്ര പേർ തയ്യാറുണ്ട്? യെസ്, ഹല്ലേലൂയ. അവർ അഗ്നിനാവുകളെ ഏറ്റെടുക്കുക. യേശുവിന്റെ നാമത്തിന് അഗ്നിനാവുകളെ ഏറ്റെടുക്കുക.
ഒരു ഹെവി അനോയിന്റിംഗ് വെളിപ്പെടട്ടെ, ഹെവി അനോയിന്റിംഗ്, ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് വെളിപ്പെടട്ടെ. കട്ടിയേറി അഭിഷേകം വ്യാപരിക്കട്ടെ. കട്ടിയേറി അഭിഷേകം വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. പ്രവചിക്കാം, 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 പ്രവചിക്കാം. ദർശനങ്ങളെ കാണുക. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേല് എന്റെ ആത്മാവിനെ പകരുക. നിങ്ങളെ പുത്രന്മാരും പുത്രന്മാരും പ്രവചിക്കുക. യൗവനക്കാര് ദർശനങ്ങളെ കാണാം. വൃദ്ധന്മാരോ സ്വപ്നങ്ങളെ കാണാം.
ആദ്യ നൂറ്റാണ്ടില് ദൈവം ചെയ്ത അത്ഭുതങ്ങളും അതിശയങ്ങളെക്കാൾ ഉപരി ഈ 21st സെഞ്ചുറിയിലും ദൈവം ചെയ്യുന്നു. 21ാം നൂറ്റാണ്ടിലും ദൈവം ആദ്യ നൂറ്റാണ്ടിൽ ചെയ്തതിനേക്കാൾ ഉപരി വിശ്വസിക്കുന്നവരുടെ നടുവിൽ യേശു ചെയ്യുന്നു. ശ്രദ്ധിക്കുന്നു വാഴ്ത്തുന്നു. പരിശുദ്ധ പിതാവേ, പരിശുദ്ധ പിതാവേ, കണ്ണടച്ചാട്ടെ. ദൈവമേ, നീ രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോൾ നിന്റെ പുറകെ നടക്കുന്നവർക്ക് അപ്പവും മീനും കൊടുത്ത് നിറച്ച് അയക്കുന്ന ദൈവമേ, ഇന്ന് ജീവനുള്ള അപ്പം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുക. സ്തോത്രം കർത്താവേ. പുതിയ ശക്തി, പുതിയ ബലം, പുതിയ കൃപ, പുതിയ ഭാഷ, പുതിയ ദർശനം, ഇതൊക്കെ നിന്റെ കുഞ്ഞുങ്ങളെ നാവിൽ നിറച്ചിരിക്കുക. സ്തോത്രം. ഈ ജനത്തെ ഞാൻ കർത്താവെ അനുഗ്രഹിച്ചയക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരുടെയും നിൽക്കുമാറാട്ടെ. വേഗം വരുന്ന കർത്താവ് നമുക്ക് കരങ്ങളിൽ ശ്രദ്ധിക്കാം. ഹലേ കർത്താവ് യേശു വേഗം വരണമേ. അനുഗ്രഹിക്കപ്പെട്ടൊരു ഒന്നും കൂടി കൈയുയർത്തിയാട്ടെ.